ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800156 8000 കുടിയന്മാരുണ്ടോ? 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 അത്താഴ പ്രശ്നക്കാരുണ്ടോന്നല്ലടാ. അത് ഇല്ലത്തില് ബാറിന്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് കുടിയന്മാരുണ്ടോന്ന്. പിന്നെ മെയിൻ ആയിട്ട് ഇപ്പം എല്ലാം ഓൺലൈനാണ്. ആഹാരം കഴിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് ഫോണിൽ ഞെക്കുമ്പോൾ ആഹാരം കൊണ്ടുവരുന്നു. നമുക്കൊരു വണ്ടിയുടെ ആവശ്യം, ഓൺലൈനിൽ 2 ഞെക്കി വെക്കുന്നു, വണ്ടി വരുന്നു. ഇതെല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾ മറന്നൊരു സംഭവമുണ്ട്. പാവം കുടിയന്മാര് വെള്ളം അടിച്ചിട്ട് കടത്തിണ്ണെ കിടക്കുന്നു, തോട്ടുംകരെ കിടക്കുന്നു. ഇവരെ കൊണ്ടുപോകാൻ ഇതുവരെ ഏതെങ്കിലും ഒരു ആപ്പ് സർക്കാർ കൊണ്ടുവന്നോ? ഇല്ല. അതുകൊണ്ട് കുടിയന്മാരുടെ കൂവും ബാറും ചേർത്ത് ഞാൻ പുതിയൊരു ആപ്പ് ഉണ്ടാക്കി. കൂവർ കണ്ട, പേടിക്കണ്ട. കെട്ടിയന്മാരൊന്നും ഇനി വഴി കിടക്കൂല. വീട്ടിൽ കൊണ്ട് ഞാൻ എത്തിക്കും കേട്ടാ. ഒരു കുടിയനെ പോലും കാണുന്നില്ലല്ലോ. ഏതെങ്കിലും ഒരുത്തനുണ്ട്. ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഏതോ ഒരുത്തൻ ലൊക്കേഷൻ വെച്ചിട്ട് അവിടെ കൊണ്ടാക്കണം. സൂര്യ കണ്ടാ തോന്നുന്നു എയർപോർട്ടിൽ നിന്ന് ബന്ധുക്കളെ കാത്തു നിൽക്കണ പോലെയാണ് നിൽക്കുന്നത്. അണ്ണാ ഇപ്പൊ ഓൺലൈനിൽ ബുക്ക് ചെയ്ത സുര വീട്ടിൽ കൊണ്ടാക്കാനല്ലേ? അതെ. അല്ല, പേര് സുരേന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാണ് ഈ ബോർഡും കൊണ്ട് കിടക്കണത്? എനക്കറിയാം. ഞാൻ 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ പേര് മറന്നു. അപ്പൊ ഞാൻ ഇതിന് ഞാൻ നോക്കും സുര. അങ്ങനെയല്ലേ? നിനക്ക് സംശയം ഉണ്ടെങ്കിൽ എന്റെ പേര് ചോദിച്ചു നോക്കിയാ. പേരെന്തുവാ? സുര. ആരെന്ന് പറഞ്ഞ? ഞാൻ കൂബർമാൻ. നീ കൂബർമാൻ ആണെങ്കിൽ ഞാൻ ഡോറാബുജി. അതായത് ഞാൻ ഈ ജംഗ്ഷനിൽ പറഞ്ഞ കുടിയന്മാരുണ്ടല്ലോ, അവർക്ക് ഞാൻ ബാറ് കാണിച്ചു കൊടുക്കും. അതായത് ഞാൻ അങ്ങനെ നിൽക്കുമ്പോ എന്നെ ചേട്ടാ ബാർ എവിടെയെന്ന് ചോദിക്കുമ്പോ ഞാൻ പറയും തോട്, ആറ്, പാലം, ബാർ. ഒന്നുകൂടി പറഞ്ഞേ. തോട്, ആറ്, പാലം, ബാർ. നമുക്ക് ഞാൻ കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുടിക്കണതാണ്? നാണക്കേടാണ്. ഞാൻ കുടിക്കില്ല. ഞാൻ കുടിക്കാൻ വന്നല്ല. പിന്നെ ഞാൻ ഉപദേശിക്കാൻ വേണ്ടിട്ട് വന്ന. ഉപദേശിക്കാനോ? ഞാൻ ഈ കുടിയന്മാരെയൊക്കെ ഉപദേശിച്ച് നേരെയാക്കും. അതാണെങ്കിൽ അവരുടെ വീട്ടിൽ പോയി ഉപദേശിച്ചാ പോരെ? എത്ര കുടിയന്മാരാടാ വീട്ടിൽ ചെന്ന്. ഞാൻ ഇവിടെ ആവുമ്പോ എല്ലാ കുടിയന്മാരും വരുമല്ലോ. അങ്ങനെ ഞാൻ ഉപദേശിച്ചതാ. ഉപദേശിക്കുന്നു. ഓക്കെ, ഉപദേശിച്ച നിങ്ങൾ എങ്ങനെയാണ് ഇത്ര ഫിറ്റ് ആയിട്ടിരിക്കണത്? ഇത്ര ഫിറ്റ് ആയിട്ടിരിക്കുന്നത്? എടാ ഞാൻ ഈ ഉപദേശിക്കുമല്ലോ. ഉപദേശിക്കുമ്പോ ഇവര് സ്നേഹം കൊണ്ട് എനിക്ക് ഓരോ ചെറുത് തരും. ഇന്ന് എത്ര പേരെ ഉപദേശിച്ച്? 15. 15 പെക്കടിച്ചിട്ട് നിക്കുവാണ്. പോകാം. സാധനം. പിന്നെ ഞാന് അറിയപ്പെടാത്ത ഒരു കുടിയന. സാധാരണ അറിയപ്പെടുന്ന കുടിയനല്ല. എനിക്ക് പ്രശസ്തി ഇഷ്ടമല്ല. ഞാൻ അതിനകത്ത് കയറാനാ. പിന്നെ എങ്ങനെ എന്നെ കൊണ്ട്? ഞങ്ങളുടെ നിയമമാണ്. കാരണം പ്രോപ്പർട്ടി വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യമാര് ചോദിക്കും എന്റെ കെട്ടിയോന്നെ ഓരോന്ന് മോട്ടിച്ചോടാന്ന്. നിങ്ങളുടെ ഓരോ സാധനങ്ങളും നമ്മൾ അതെടുത്ത് ഇടുന്നു. ഓക്കെ, ഇത് നമുക്ക് പോണം കേട്ടോ. ഓക്കെ, എന്നാ പോവാം. കേറിക്കോ. അതെങ്ങനെയാണ്? നമ്മൾ ശ്മശാനത്തിൽ കൊണ്ട് അടക്കുവാണോ? നിങ്ങളുടെ സ്ഥലത്തുണ്ടോ നമുക്ക് 2 പേരെ അടക്കാനേ? മനസ്സിലായില്ല. അവിടെ കയറിയിരിക്കുന്നത് വണ്ടി ഓടിക്കാൻ അറിയാമോ? ഇല്ല. കുടിച്ചിട്ടുണ്ടോ? ഇല്ല. പിറകിലോട്ട് കയറി പോ. ബാക്കി കയറി. അയ്യോ എന്റെ ഫ്രണ്ട് ഇരുന്ന ഡ്രൈവറെ കാണാനില്ല. ഇവൻ പേച്ചാരെ അടിച്ചിട്ട് എന്തുവാന്ന് കാണിക്കും. തിരിഞ്ഞിരിക്കുക. ഇങ്ങോട്ട് കയറി. പതുക്കെ പോണേ. പേടിച്ച് കണ്ണീന്ന് വെള്ളം വരും. മാപ്പിൽ തന്ന കറക്റ്റ് വഴി തന്നെ. ഓക്കെ, പോട്ടെ. പോവാം. റെഡി? ഇക്കളാക്കല്ലേ? ഇല്ല. പോകുന്നു. നമ്മള് വീട്ടിൽ പോകുന്നു. ഓക്കെ. എത്തിക്കണേ. എന്റെ ദൈവമേ, എന്തുമാത്രം തൂത്തുവാരിയാലും ഈ വീട്ടുമുറ്റത്തെ കരിയില മാറത്തില്ല. പാതി രാത്രി ഈ മുറ്റം തൂത്തുവാരുന്നത് ഈ നാട്ടുകാർ വല്ലതും കണ്ടാ അവര് വിചാരിക്കും എനിക്ക് ഭ്രാന്താണെന്ന്. പക്ഷെ അതൊന്നും അല്ല കാര്യം. 3 മാസത്തെ ലീവിന് ശേഷം എന്റെ ചേട്ടൻ തൂത്തുക്കുടിയിൽ നിന്ന് രാത്രി ഇവിടെ എത്തും. എനിക്ക് വയ്യ മച്ചാനെ. പാത്തുങ്കള്ള തൂത്തുക്കുടി മറിയാതെ തൂത്തുക്കുടി. എനിക്ക് വയ്യ. എന്റെ ദൈവം, എന്തൊരു സന്തോഷമായി. എനിക്ക് വയ്യ. ലൊക്കേഷൻ എത്തി. നിങ്ങൾ എന്തൊരു പരിപാടിയാണ്? ഇങ്ങനെ കുടിച്ചൊന്നും നടക്കരുത് കേട്ടോ. നമ്മൾ ഇച്ചിരി ബഹുമാനമൊക്കെ ആയിരിക്കണം. കട്ടറൊക്കെ ചാടിയത് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറല്ലായിരുന്നോ? അണ്ണാ എത്തി. എന്നാ ഒന്നും നോക്കണ്ട. യുദ്ധകളത്തിലേക്ക് ചാടി ഇറങ്ങുന്നു. ഫ്രണ്ടിൽ കിടന്ന 4 പടന്മാരെ ഞാൻ ഒറ്റയ്ക്ക് വെട്ടി വീഴ്ത്തും. ഏത് സാധനം അടിച്ചേ? നെപ്പോളിയൻ. ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ലൊക്കേഷൻ എത്തിയെന്ന്. എന്നാ കാരാവാനിലോട്ടിരുത്ത് നായിക വിളി.
സിനിമ ലൊക്കേഷൻ അല്ല, നിങ്ങൾ അയച്ചെന്ന ലൊക്കേഷൻ എത്തി ഇറങ്ങണ്ടേ വീട്ടിൽ? അങ്ങനെ ഒരു കാര്യം ചെയ്യ, ഇറങ്ങ. അയ്യോ അണ്ണാ ഇനി വന്നേ, ടോവർമ ഇനി വന്നേ. എടാ പൊട്ടാ, നീ എവിടത്തെ കൂവറടാ? ബാക്കി ഇരിക്കുന്ന ആൾ ഇറങ്ങിയിട്ടല്ലേ ഫ്രണ്ട് ഇരിക്കുന്ന ആൾ ഇറങ്ങാൻ? എനിക്ക് അറിയത്തില്ല, പുതിയ ആപ്പാണ്, നെഗറ്റീവ് റിവ്യൂ ഒന്നും ഇട്ടേക്കല്ലേ, അതൊന്നും ഇട്ട് കളഞ്ഞേക്കല്ലേ, നമ്മുടെ ജീവിത മാർഗമാണ്. അണ്ണാ ദാണ്ട വീടെത്തി. നാട്ടാരെ പൊടി പറഞ്ഞേ എന്റെ വീട് കത്തിയേ, നാട്ടാരെ പൊടി പറഞ്ഞേ എന്റെ വീട് കത്തിയേ, നാട്ടാരെ നാട്ടാരെ ഓടി പറഞ്ഞേ എന്റെ വീട് കത്തിയേ. മുരളിയിലെ ഷിബു ആണോ? നിങ്ങളുടെ വീടെത്തിന്നാ പറഞ്ഞത്. വീടെത്തിയെന്നാണോ? വീടൊക്കെ വീട് നമ്മളെ വീട് എല്ലാം വെച്ചോണേ. അയ്യോ എന്തുവാ അയ്യോ എന്തുവാ? രാവിലെ ഇറങ്ങിപ്പോയപ്പോ ചെറുതായിട്ടിരുന്ന എന്റെ വീടിനെ ആരോ അടിച്ച് ചെറുതാക്കി എടാ മീൻകറി വായ, അത് നിന്റെ വീടല്ലേ, തുളച്ചിത്തറയാണെന്ന്. ഒരു കാര്യം ചെയ്യ്, ഞാൻ വിളിക്കട്ടെ, ഭാര്യ വിളിക്കട്ടെ. വിളിക്കാൻ വരട്ടെ, കുറച്ച് പരിപാടിയുണ്ട്. ഒരു പൈന്റിന്റെ 300 രൂപ ചോദിച്ചപ്പോ അവക്ക് തരാൻ ഭയങ്കര ആർക്ക്? എന്റെ പെണ്ണുമ്പിളക്ക് എന്റെ കണ്ണിട്ട് കുത്തി തന്ന. അങ്ങനെ തന്നോ? നീ എന്താ കാണിക്കുന്നേ? അല്ല, ഇങ്ങനെ ഇടുമ്പോ എന്തായാലും ഭാര്യ വന്ന് നിങ്ങളെ തല്ലും, ആ വിഷമത്തിൽ പോയി നിങ്ങൾ കുടിക്കും, അപ്പൊ വീണ്ടും എനിക്ക് എടുത്തോണ്ട് വരല്ലോ, ഒരു ഓട്ടം കിട്ടും. വിളിക്കട്ടെ? വിളി ധൈര്യമായിട്ട് വിളി. മാഡം, ചേച്ചി, അത് മണി. അയ്യോ ആരാ? ആരാ മനസ്സിലായില്ല. ഞാൻ ആന്റണി പെരുമാരും, അതായത് മോഹൻലാൽ. ആരാ? സുചിത്ര മോഹൻലാൽ. കളിയാക്കുവാണോ? എന്റെ വീട്ടിൽ കയറി എന്നെ കളിയാക്കി എനിക്ക് ദേഷ്യം വരത്തില്ല. അത് പേരെന്തായിരുന്നു? വീണ കൊല്ലം. അപ്പൊ ഇരുന്ന് നിരങ്ങിയ തിരുവനന്തപുരം. എന്റെ സ്ഥലം കൊല്ലം, എന്റെ പേര് വീണ. ഞാനേ നോക്ക്, ആരാ നോക്ക്. പോസ്റ്റാ. കൊറേ നേരമായിട്ട് പോസ്റ്റ് ആയിട്ടിരിക്കില്ല, അതുകൊണ്ട് പറഞ്ഞ പോസ്റ്റ് ആണെന്ന്. ഭർത്താവിനെ കൊണ്ടുവന്നയാ. ആ ഭാഷ എനിക്ക് അറിഞ്ഞൂടാ, ഇതെന്തുവാ? സന്തോഷത്തിന് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. കെട്ടിയവന്നാണ്ട വന്ന് ഞാൻ കൊണ്ട് ഏതാണ്ടൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞായിരുന്നോ? ഒതിച്ചോറാന്നോ നിങ്ങളുടെ കെട്ടിയവൻ? പിന്നെ ഇരുചാട്ടാണോ കെട്ടിയവരുടെ മല കണക്കിങ്ങനെ വേള പോയി നോക്കാനുള്ളത്? വീട്ടിൽ നിന്ന് നല്ല ഒന്നാന്തരം പാന്റും ഷർട്ടും ഇട്ടോണ്ട് 4 മാസം മുമ്പ് പോയതാടാ. ഇതെന്തൊരു കോലമാടാ ഇത്. എവിടെ പോയതായിരുന്നു? തൂത്തുക്കുടി ജോലിക്ക് പോയതാ. ബാറിന്റെ ഫ്രണ്ടിൽ നിന്നാണ് കിട്ടിയത്, ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരുവാണ്. ഞാൻ കുടിയന്മാരെ കൊണ്ടുവരുന്ന കൂബറാണ്, അങ്ങനെ കൊണ്ടുവന്നയാ. അങ്ങനാണെങ്കി ഉറപ്പിച്ചോ, അവിടുത്തെ മുതലാളി പാണ്ഡിതുരയും വെട്ടിയിട്ട് കള്ളവണ്ടി കയറി എങ്ങാണ്ട് വന്നേക്കുവാടാ. എനിക്ക് വയ്യ. ലോൺ അടച്ചിട്ടില്ല. ഞാനാണോ കിട്ടിയത്? എന്റെ അടുത്താണോ പറയാൻ? ലോൺ അടച്ചിട്ടില്ല. കുടുംബശ്രീയിലെ പെണ്ണുങ്ങളോട് ഞാൻ എന്തോന്നും പറയും. ഞാൻ നമുക്കൊന്നേന്ന് പിടിച്ച് കയറാടി. കഴിക്കാൻ എന്തുണ്ട്? ചോറും കറികളും എല്ലാം ഉണ്ട്. എന്താ കറി? ചിക്കൻ കറി, ചിക്കൻ വറുത്തത്, ചിക്കൻ ഫ്രൈ വെച്ചത്, മീൻ നിർത്തി പൊരിച്ചത്, നെത്തോലി ഫ്രൈ. എങ്ങനെ ലോൺ അടയ്ക്കാൻ പൈസ കാണും? എല്ലാം പുറത്തും മരിച്ചും വെട്ടിക്കയറ്റിക്കൊണ്ടിരിക്കല്ലേ. കുഴപ്പമില്ല, വാ, ഉള്ളത് കഴിക്കാം. നിങ്ങളാരാ? എന്റെ വീട്ടിൽ വന്നിട്ട് ഒരു കാര്യം പറയാം, ഭാര്യയും ഭർത്താവും ആണെങ്കിൽ വീടിന്റെ അകത്ത് പോയി ഇവിടെ കൊണ്ടാകും, ചുമ്മാ ഇവിടെ കിടന്ന് അടിയും. എന്റെ ഭർത്താവൊന്നുമല്ല. എന്റെ ഭർത്താവ് തൂത്തുക്കുടി ഇപ്പൊ വരും. ഇതാരാ ഇത്? അയ്യോ, ഞാൻ ആരെ ഈ കൊണ്ടു തേടോ? അയ്യോ, അവര് പറഞ്ഞു നിങ്ങൾ ഭാര്യയല്ലെന്ന്. അവരൊക്കെ ഞാൻ ഓക്കെയാണ്. ഭാര്യയല്ലേ? സത്യം പറഞ്ഞത് ഭാര്യയാണോ അല്ലയോ? ഭാര്യ അല്ല, നീ ചെറുതായിട്ട് ഓർമ്മ വരുന്നുണ്ട്. ഭാര്യ അല്ല. നീ എന്തുവാടാ കാണിക്കുന്നേ? നീ എന്തോ കാണിക്കുന്നു? പെണ്ണുങ്ങടാ ഇന്ന് ചാടി ചവിട്ടി ഇട്ടിട്ടുണ്ടോ? കിട്ടണോ? ഇപ്പൊ കിട്ടും. അതല്ലെന്നേ. ഒന്ന് മിണ്ടായി ഞാൻ ഇപ്പൊ പറയാം. കാര്യം പറയട്ടെ, ഇങ്ങോട്ട് വന്നേ. നീ വന്നേ. സംഭവം ഇവൾ എന്റെ ഭാര്യ അല്ല. സംഭവം ഓക്കെ, അത് പറഞ്ഞല്ലോ. പക്ഷെ ഇതെന്റെ വീടാണ്. നിങ്ങളുടെ വീടാണോ? എന്റെ വീടാണ്. പിന്നെ മറ്റേതാ, മറ്റേ സംഭവം ഭാര്യ അറിയാതെ. അതല്ല, മറ്റേ ഈ മറ്റേ തേങ്കുരുക്കുണ്ടല്ലോ. തേങ്കുരുക്കെന്ന് വെച്ചാ നമ്മളെ ഈ ഫോണിലൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഹണി ട്രാപ്പ്, അതാണ് ഉദ്ദേശിച്ചത്. എന്നെ അടിച്ച്. നിങ്ങൾ എന്തിനാ എന്നെ അടിച്ചത്? എടാ, ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി വന്നൊരു പെണ്ണിനെ കള്ളിയെന്ന് വിളിച്ചാൽ ആണുങ്ങൾ കണ്ടോണ്ടിരിക്കണം. തെറ്റായി
ഇത് ഞാൻ പറയട്ടെ ഭാര്യയല്ലെന്ന് പറഞ്ഞപ്പോ വീടാണോ? എന്റെ വീടാണ്. ഇവള് ഞാൻ ഇല്ലാത്ത സമയത്ത് ഇവിടെ കയറി പറ്റി എന്റെ വീട്. ഞാൻ പറയട്ടെ ഇത് അയാളുടെ വീടാണത്. അങ്ങനെ കള്ളു കുടിച്ചിട്ട് കള്ളത്തരം പറയൂ. എന്റെ ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കിയ വീടാ. ഈ കള്ളി ഇത് എന്റെ വീടാണ്. നിങ്ങളുടെ വീടാന്ന് തെളിയിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. ആ വീട്ടിന്റെ അകത്തോട്ട് കയറുമ്പോ ഹാളില് TV വെച്ചിട്ടുണ്ടോന്ന് കാട്ടോക്കടാ. ഹാളിൽ TV ഉണ്ടോ? ഉണ്ട്. തരാം. പിന്നെ അടുക്കള ചെല്ലുമ്പോ മല്ലി മുളക് ഇഞ്ചി അതൊക്കെ പാട്ടിൽ ഇട്ട് വെച്ച് ചോദിച്ചോക്കടാ. അടുക്കളയിൽ മല്ലി മുളക് ഇതൊക്കെ ഉണ്ടോ? ഉണ്ട്. തരാം നിനക്ക്. ബാക്കി ഇറങ്ങുമ്പം ബാത്റൂമിൽ സോപ്പ് വെച്ചിട്ടുണ്ടോ ചോദിച്ചോക്കടാ. ബാത്റൂം അതിന്റെ അകത്ത് സോപ്പ് ഉണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ എന്റെ വീടാണ്. അത് അങ്ങനെ വീടടി. കാലമാണ് ഇതൊക്കെ എല്ലാ വീടുകളിലും ഉള്ള സാധനം തന്നെയല്ലേ? ഒരു സംഭവം വിട്ടുപോയി. പൂജാമുറിയിൽ നിലവിള കൊണ്ടോന്ന് ചോദിച്ചു. തിളച്ച വെള്ളമുണ്ടോ? അവന്റെ മുഖത്തിൽ തൊഴിക്കാൻ. നല്ല കാര്യം. എന്റെ വീടാന്ന് ഞാൻ പറഞ്ഞില്ലേ. രണ്ടിനെ ഞാനിപ്പോ പോലീസിനെ ഏൽപ്പിക്കും. ഇവര് പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഡിസ്ലൈക്ക് അടിച്ചതാ. നീ അന്ന് ഇയാളെ ഇവിടെ കൊണ്ടുവന്നേ. കറക്റ്റ് അഡ്രസ് ചോദിച്ച് കറക്റ്റ് ലൊക്കേഷൻ കൊണ്ടാക്കിക്കും ഞാൻ. അണ്ണാ നിങ്ങൾ അടിച്ചിട്ടേ പിടുത്തമായതാണ്. കറക്റ്റ് അഡ്രസ് അല്ല. അണ്ണ കറക്റ്റ് അഡ്രസ് പറ. അവിടെ കൊണ്ട് ഞാൻ ആക്കാം. ഗൂഗിളിൽ കയറട്ടെ. മാപ്പ് എടുക്കുന്നില്ല. മാപ്പ് എടു. പറ. TTK റോഡ് ആൽവാർപേട്ടെ ചെന്നൈ 18. ദൈവമേ കമലഹാസന്റെ അഡ്രസ് തന്നേക്കുന്നേ. അതെയും താണ്ടി പുരിതമാനത്. ആരാ ഇത്? ആരാ ഇത്? കമലഹാസൻ അല്ലേ? രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഹാ സൈലന്റ് ആണ്. അണ്ണാ ഞാൻ ചോദിക്കട്ടെ അണ്ണാ, ഭയങ്കര മഴ, പണിയില്ല, നാട് മൊത്തം വെള്ളം കയറി കിടക്കണ്, നിനക്ക് ആര് തരുന്നടാ കഞ്ചാവ്? പിന്നെ നീ കഞ്ചാവ് എടുത്തിട്ട് ഈ പറയണത് ഇങ്ങനെ പിന്നെ നീ എന്താണ് ഇങ്ങനെ പിടുത്താവാൻ കാരണം? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ബാറിൽ നമ്മൾ ഈ പെക്ക് മിഷർ വെച്ചിട്ട് ഇങ്ങനെ പാത്രം വെച്ചിട്ട് ഒഴിക്കുമല്ലോ. ഒഴിക്കും. ഒരുപാട് തുള്ളി താഴെ പോവും. അവസാനം ഇതെല്ലാം കൂടി ചേർന്ന് പറഞ്ഞ സാധനം കുടിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ കുടിച്ചിട്ടില്ല. കുടിച്ചിട്ടുണ്ടോ? ഞാൻ കുടിച്ച് കൂടെ വിട്ട് തലയിൽ അടിക്കും പോലെയാ. എന്റെ പൊന്നപ്പോ ഒരു ബോധവും ഇല്ല. ആ സാധനം എന്തുവരും ഞാൻ കഴിച്ചിട്ടില്ല. നല്ല ജ്യൂസാന്ന് പറയും. ഇപ്പൊ അയാൾ ഏതാണ്ടൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചു എന്ന് പറഞ്ഞ സാധനം. ഇവക്ക് ചാരായം കുടിക്കാൻ കൊതി. കണ്ണുകൂടിയ മര്യാദക്ക് വീട്ടിൽ പോയോ? അയാളുടെ ബോധം പോയെന്നാടാ തോന്നുന്നു. വെള്ളം എന്തിയാടാ? ഗുരുവായല്ലോ ഇത്. ദൈവം തമ്പുരാനെ ഒന്ന് പെട്ടെന്ന് എഴുന്നേപ്പിച്ച് വിടവനെ. ഞാൻ ഇതെവിടെയാണ്? ആരാ എന്റെ മുഖത്ത് വെള്ളം തളിച്ച? ഞാനാ. അല്ലല്ല ചേച്ചി ഒന്ന് പറയും. എടാ അയാൾ ഏതാണ്ട് തരാൻ പോ. ഞാനാ ഒഴിച്ചേ. ചേച്ചി എനിക്കത് കുറെ സമയം ലേറ്റായി. ഞാനാന്ന് പറയട്ടെ ചേച്ചി, കഷ്ടമുണ്ട്. അണ്ണാ ആ വെള്ളം ഒഴിച്ചാണ് ഇതാക്കിയത് ഞാനാ. നീയാണോ? 180 രൂപ. 180 രണ്ട് പെക്കിന്റെ പിടുത്തം കളഞ്ഞ് 180 രൂപ ഇപ്പൊ കിട്ടണം. 2 പെക്കിന്റെ പിടുത്തം 150. അപ്പൊ എങ്ങനെ വിളിച്ചോണ്ട് ഇറങ്ങി. ഒന്നാമത് അയാൾക്ക് എന്നെ മുടിഞ്ഞ സംശയം വരുമോ? ഒരു കുടിക്കുന്ന വാണ നമുക്ക് പോണ. എന്നാ പരിപാടിയാ നിങ്ങൾ ഈ കാണിക്കുന്നേ? പിന്നെ പോയ പിടുത്തം തിരിച്ചു വരുത്തണ്ടേ? ഇവിടെ വിളക്കിലൊഴിക്കാൻ വെച്ചിരിക്കുന്ന എണ്ണ എടുത്ത് കുടിച്ചാ പിടുത്തം വരുമെന്ന് ആരാണോ പറഞ്ഞത്? എണ്ണ പിന്നല്ല എന്തുവാ ഇത്? അപ്പൊ ഞാൻ കൊണ്ടുവച്ചിരുന്ന സാധനമാണ്. ഓ എടാ, ഇതാണ് നിങ്ങൾ കൊണ്ടുവന്ന സാധനം. വിളിക്കുന്നു. ബാബാന്ന് കിടന്ന് വിളിക്കുന്നു. ബാത്റൂം എവിടെയെന്ന്? ദൈവമേ, നിലവിളി ശബ്ദം ഇടോ. അയ്യോ അയ്യോ, ഓടിപ്പോയോ? അയാൾ ഓടിപ്പോയോ? രക്ഷപ്പെട്ട എന്റെ ദൈവമേ. രക്ഷപ്പെട്ടില്ല, അയാൾ ഓടിക്കറി നിങ്ങളുടെ വീടിന്റെ ബാത്റൂമിലോട്ട്. ഓടിക്കറി. പിന്നെ അവിടെ മാമ്പഴ ഫെസ്റ്റ് നടക്കുമല്ലേ, ഞാൻ പോയി നോക്കാം. നിങ്ങൾ പോയി അങ്ങോട്ട് നോക്ക്. എനിക്ക് ഇന്ന് എന്റെ ജീവിതത്തിന് ഒരു തീരുമാനമാവും കേട്ടോ. അയ്യോ, കണ്ട നീരാട്ടും കഴിഞ്ഞു വരുന്ന കണ്ടോ തറവാട്ടിലെ കുട്ടി ഇങ്ങനെ നടക്കുന്നേ. ഞാൻ എന്നല്ലേ ഈ പണിയാവും. പോവാം. ഞാൻ പോവും അണ്ണാ. എനിക്ക് വേറൊരു ഓട്ടം കിട്ടി അണ്ണാ. എനിക്ക് വേറൊരു ഓട്ടം കിട്ടി, ഞാൻ പോണ്. എടാ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കടാ. വേണ്ട, സുരേഷ് എന്ന് പറഞ്ഞ് പുതിയൊരു ഓട്ടം വന്നു. സുരേഷ് കുമാർ. അത് ഞാനാ. സുരേഷല്ലേ? അതിൽ ആ ബോർഡിൽ കുമാർ എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമില്ലായിരുന്നു, അതുകൊണ്ട് സുര മാത്രം എഴുതി. അയ്യോ, ഞാനാണെന്ന്. പിന്നെ എന്തിനാ എമർജൻസി എന്ന് പറഞ്ഞിട്ടേക്കണേ? ഇതിലും വലിയ എമർജൻസി എവിടെ നിന്ന് വരാനാടാ? അപ്പൊ പോവല്ലേ? കേറ്. പെട്ടെന്ന് വിളിച്ചോണ്ട് പോ. നിങ്ങൾ ഇതിന്ന് രക്ഷപ്പെട്ട്, പക്ഷെ ഞാൻ രക്ഷപ്പെടൂല. ഇവൻ തന്നേക്കുന്ന മൂലമറ്റം പവർ ഹൗസിന്റെ ലൊക്കേഷനാണ് തന്നേക്കുന്നത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം.
ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.